നമസ്കാരം. ഈ നിമിഷത്തെ ഏറ്റവും സന്തോഷകരമായ വാർത്ത വരുന്നു. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളിയായ ശരണ്യെ കണ്ടെത്തിയിരിക്കുന്നു. വനമേഖലയിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഈ നിമിഷത്തെ വാർത്ത. ഏറെ ആശങ്കയോടുകൂടിയാണ് കഴിഞ്ഞ 4 ദിവസമായി മലയാളികളടക്കമുള്ള സമൂഹം ശരണ്യയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും അടിയന്തരമായി ശരണ്യെ കണ്ടെത്തണമെന്ന് സംസ്ഥാന സർക്കാർ അടക്കം കർണാടകയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് 4 ദിവസത്തെ തുടർച്ചയായ അന്വേഷണത്തിനൊടുവിൽ ശരണ്യെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. 4ാം ദിവസമായി ഇന്ന് വൈകിട്ടോടെ വനമേഖലയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. കുടകിലെ തടിയണ്ടമോൾ കൊടുമുടി കയറാനെത്തിയ കോഴിക്കോട് നാദാപുരം സ്വദേശിനിയും കൊച്ചിയിൽ IT കമ്പനി ജീവനക്കാരിയുമായ GS ശരണ്യെ വ്യാഴാഴ്ചയാണ് കാണാതായത്. വ്യാഴാഴ്ച രാവിലെ വനംവകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് ശരണ്യ ഉൾപ്പെടെയുള്ള സംഘം ട്രക്കിങ്ങിനായി പുറപ്പെട്ടത്. എന്നാൽ യാത്രക്കിടെ ശരണ്യെ കാണാതാവുകയായിരുന്നു. 60 അംഗ സംഘം 4 സംഘങ്ങളായി തിരിഞ്ഞാണ് കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയത്. ഡ്രോൺ, തെർമൽ സ്കാനർ, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ സഹായത്തോടെയായിരുന്നു പരിശോധന. ഈ മാസം 2 ഉച്ചയോടെയാണ് ശരണ്യെ കാണാതായത്. തെരച്ചിൽ ഫലപ്രദമല്ല എന്ന ആശങ്കയടക്കം വന്നിരുന്നു. ബന്ധുക്കളടക്കം, ശരണ്യയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം വനംവകുപ്പിന്റെ തെരച്ചിലിൽ അവർക്ക് സംതൃപ്തിയില്ല. അവരുടെ കാര്യത്തിൽ അനാസ്ഥ സംഭവിക്കുന്നുണ്ട്. ശരണ്യയുടെ ജീവൻ അപകടത്തിലാണ് എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തിരുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ ആശങ്കയോടെയാണ് കാത്തിരുന്നത്. എന്തായാലും സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ വാർത്ത വരുന്നു. ശരണ്യയെ കണ്ടെത്തിയിരിക്കുന്നു. ശരണ്യ തടിയണ്ടമോൾ ട്രക്കിംഗ് കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ എത്തിയിരുന്നുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ് ട്രക്കിങ്ങിന് ആളുകൾ എത്താറുള്ളത്. 10 പേരടങ്ങിയ സംഘത്തെയാണ് ട്രക്കിങ്ങിന് അയക്കാറുള്ളത്. 9 പേർ കൂടി എത്തിയ ശേഷം 8:15 ട്രക്കിങ്ങിന് കടത്തിവിട്ടു. ബംഗളൂരു, ഹൈദരാബാദ് സ്വദേശികളായ 9 പുരുഷന്മാരും ശരണ്യയും അടങ്ങിയ 10 അംഗ സംഘമായിരുന്നു പുറപ്പെട്ടത്. തിരിച്ചിറങ്ങിയപ്പോൾ ശരണ്യയെ കാണാതെ പോയിരുന്നു. ശരണ്യ ഒരു നായയുടെ കൂടെ കളിച്ചു കുന്നിൻ മുകളിൽ നിൽക്കുന്നത് കണ്ടുവെന്നും മടങ്ങിവന്നവർ പറഞ്ഞിരുന്നുവെന്നും ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. 10 പേരടങ്ങിയ ട്രക്കിംഗ് സംഘത്തിൽ ഒരച്ഛനും മകനും ഉണ്ടായിരുന്നു. അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശരണ്യയെ കണ്ടിരുന്നതായി മൊഴി നൽകിയിരുന്നു. അവർ താഴേക്ക് പോവുകയാണ് ശരണ്യോട് പറഞ്ഞപ്പോൾ താൻ വന്നോളാം എന്ന് പറഞ്ഞാണ് ശരണ്യ അവരെ യാത്രയാക്കിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ അച്ഛനും മകനും പറഞ്ഞിരുന്നു. പിന്നീടാണ് റിസോർട്ടിലെ ആളെത്തി ശരണ്യ തിരിച്ചെത്തിയില്ല എന്ന് പറയുന്നത്. ശരണ്യ താൻ വഴിതെറ്റി എന്ന കാര്യം ഫോണിൽ വിളിച്ച് ഒരു തവണ താൻ താമസിച്ചിരുന്ന റിസോർട്ടിലെ ഉടമസ്ഥനെ വിളിച്ച് അറിയിച്ചിരുന്നു. ഇങ്ങനെയാണ് ശരണ്യ വഴിതെറ്റിയിട്ടുള്ള കാര്യം അടക്കം അറിയുന്നത്. ഫോണിൽ വിളിച്ചപ്പോൾ ഒരു തവണ കിട്ടിയിരുന്നു. അപ്പോഴാണ് വഴിതെറ്റിയെന്ന് ശരണ്യ പറഞ്ഞത്. പിന്നീട് വിളിച്ചിട്ട് കിട്ടിയില്ല. ഉടൻ തന്നെ മേലധികാരികളെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതും നാട്ടുകാരെയും ട്രൈബൽ വിഭാഗത്തിലുള്ളവരെയും അടക്കം വിളിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും ആദ്യ ദിവസങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചിരുന്ന ഒടുവിൽ മാതാപിതാക്കളുടെയും നാടിന്റെയും കാത്തിരിപ്പിനറുതിയായി ശരണ്യെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരണ്യെ കണ്ടെത്തിയെന്ന് വനംവകുപ്പിന് വിവരം എത്തിയതോടെ സുഹൃത്തുക്കളും കുടുംബങ്ങളും ആശ്വാസത്തിലാണ്. യുവതിയെ കാണാതായ വിവരം അറിഞ്ഞ കേരള മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്തായാലും സമാധാനത്തിന്റെ വാർത്തയാണ് വരുന്നത്. ശരണ്യെ കണ്ടെത്തിയിരിക്കുന്നു.